ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രഷറി മൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? നമ്മൾ ലഗേജൊക്കെ ബൈക്കിൽ വലിച്ചു കെട്ടി ഒരു റൈഡ് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ റൈഡിൽ നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങി കർണാടക, തമിഴ്നാടും കറങ്ങി തിരിച്ച് കേരളത്തിൽ വരും. അങ്ങനെ 3 സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ 3 സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട വേറിട്ട കാഴ്ചകളും യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റൈഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങിയാലോ. രാവിലെ ഒരു 4 മണിക്ക് തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തേ. ചെങ്ങന്നൂരിൽ നിന്നാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. കോട്ടയം മൂവാറ്റുപുഴ വഴി ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ചാലക്കുടി എത്തി. ഒരു ചായ കുടിക്കാനായിട്ട് ഒന്ന് സൈഡാക്കി. ഒരു ചായയും കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മളുടെ റോഡിൻ്റെ ഒരവസ്ഥ പറയാതിരിക്കാൻ വയ്യ. വണ്ടി അത്രയും സ്പീഡിൽ പോയാൽ പോലും ഒരു ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ന്യൂയോർക്കിനെക്കാട്ടിലും ബെസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് യാത്രയിൽ ഭയങ്കര ഹെൽപ്പായിരുന്നു. ബൈക്കിൽ ഈ ടണലിനകത്തൂടെ കയറി ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ഫീലാണ്. ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. വറ്റി വരണ്ട് വെറും മണൽക്കൂന മാത്രമേ ഉള്ളൂ. സങ്കടം തോന്നും കാണുമ്പോൾ. താമരശ്ശേരി ചുരം വഴി 2-3 വട്ടം പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ച് കുറ്റ്യാടി ചുരം വഴിയാണ് കയറിപ്പോയത്. കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് പേരാമ്പ്ര വഴി നേരെ കുറ്റ്യാടി, അവിടുന്ന് നേരെ മാനന്തവാടി. പക്ഷെ ഒരു വൈബ് നോക്കിയാൽ നമുക്ക് താമരശ്ശേരി റൂട്ട് തന്നെയാണ് സൂപ്പർ. ചുരമെല്ലാം കയറി ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ മാനന്തവാടിയോട് അടുത്തെത്തി. മാനന്തവാടി കഴിഞ്ഞ് തോൽപ്പെട്ടിക്ക് മുൻപായിട്ട് കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഫസ്റ്റ് ഡേ സ്റ്റേ. മുൻപിൽ പോകുന്നത് ശരത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറാണ്. ഏകദേശം 370 കിലോമീറ്ററോളം ഫസ്റ്റ് ഡേ കവർ ചെയ്തു. ഇന്ന് കാട്ടിക്കുളത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ തോൽപ്പെട്ടി വഴി കൂർഗും മൈസൂരും കവർ ചെയ്യും. രാവിലെ ഒരു 6 മണിക്ക് തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. തോൽപ്പെട്ടി വഴി നേരെ കൂർഗ് പിടിക്കുകയാണ് ഫസ്റ്റ് ലക്ഷ്യം. വളവിനൊരു മാന്യം മിന്നായം പോലെ കണ്ടെങ്കിലും അതിനുശേഷം കണ്ടതാ കിട്ടില്ല കാഴ്ച. നല്ല തലയെടുപ്പുള്ളൊരു ഒന്നാന്തരം ഗജവീരൻ. അവൻ എത്ര നേരം ഇങ്ങനെ റോഡ് കവർ ചെയ്ത് നിന്നെന്ന് നമുക്ക് തന്നെ ഒരു ധാരണയില്ല. ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ എന്തായാലും ഇങ്ങനെ വഴി മുടക്കി ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. കുറേ നേരം അങ്ങനെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തിയെങ്കിലും മാനസാറ് കലിപ്പിലൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പം നമ്മളുടെ ചങ്കൊന്ന് കാളിയെങ്കിലും അവിടേക്ക് ഒന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് കാട്ടിലോട്ട് കയറി അങ്ങ് പോയി. നിൽക്കണു. സെപ്റ്റംബർ ഒടുവിലാണ് നമ്മൾ ഈ റൈഡ് പോകുന്നത്. കാലാവസ്ഥയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. വയനാട്ടിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. തണുപ്പും കൊണ്ട് ഇരയെ നോക്കി ഇരിക്കുമെന്ന് തോന്നുന്നു. ഈ വയനാട്ടിലും ബന്ദിപ്പൂരിലൊക്കെ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ മാനുകളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. മഞ്ഞിനകത്തോടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. വയനാട്ടിൽ നിന്ന് നമ്മൾ കൂർഗിലോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്ന കൃഷി കാപ്പിയാണ്. മൂന്നാറിലൊക്കെ തേയിലയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യമാണ് കൂർഗിൽ കാപ്പിക്ക് കൊടുക്കുന്നത്. ഫോറസ്റ്റ് റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ആനിമൽസിനെ ഫീഡ് ചെയ്യരുത്. അത് പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർക്ക് പിടിക്കണമെന്നില്ല. പിന്നെ ഓരോ വണ്ടി വരുമ്പോഴും എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി എടുത്ത് മുമ്പിൽ ചാടും. അങ്ങനെ നമ്മൾ കൂർഗിലെത്തി. ടൗണിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ്. ടിബറ്റൻസിൻ്റെ ഒരു മൊണാസ്ട്രിയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ബുദ്ധസന്യാസിമാരുടെ പ്രാർത്ഥനാ രീതികളും ജീവിതശൈലിയും എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് അവരുടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അകത്തുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്.
ഇതിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇവരുടെ നിരവധി ഷോപ്പുകളുണ്ട്. നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ സാധിക്കും. നമ്മൾ ഒരു ടിബറ്റൻ ഫ്ലാഗ് മേടിച്ച് കെട്ടി. ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ നേരെ പോകുന്നത് മൈസൂരേക്കാണ്. ഇന്ന് സ്റ്റേ മൈസൂരാണ്. നാളെ രാവിലെ മൈസൂരെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഡേ 3 നമ്മൾ മൈസൂർ ബൃന്ദാവൻ ഗാർഡനിലേക്ക് പോവാണ്. രാവിലെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കുട്ടനാട്ടിലെത്തി അതേ ഒരു ഫീലാണ്. നല്ല നെൽപ്പാടവും അതൊക്കെ കാണുമ്പോൾ ശരിക്കും കുട്ടനാട് കണ്ട പോലെ തന്നെ ഇരിക്കും. ഈ ബൃന്ദാവൻ ഗാർഡനിൽ ശരിക്കും നമ്മൾ വൈകുന്നേര സമയത്ത് വേണം എത്താനായിട്ട്. എങ്കിലേ ഇവിടുത്തെ വാട്ടർ ഡാൻസും അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉച്ച കഴിയുമ്പോൾ നമ്മൾ ബന്ദിപ്പൂരേക്ക് പോകുന്നതുകൊണ്ട് രാവിലെ ഇഞ്ഞ് പോകുന്നതാണ്. രാവിലെ തുറന്ന സമയത്തെ കയറിയത് കൊണ്ട് ഒരു മനുഷ്യൻ പോലും അതിനകത്തുണ്ടായിരുന്നില്ല. അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മൈസൂർ പാലസിലോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് വരുന്നത്. അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ മൈസൂർ പാലസിലോട്ട് പിടിച്ചു. മൈസൂരിൻ്റെ ലാൻഡ്മാർക്കായിട്ടുള്ള മൈസൂർ പാലസിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പാലസിലെ കാഴ്ചകളെല്ലാം കണ്ട് ഒരു 2:30 ആയപ്പോഴത്തേക്കിന് നമ്മൾ ഗുണ്ടൽപേട്ട് വഴി നേരെ ബന്ദിപ്പൂരേക്ക് യാത്ര തിരിച്ചു. 6 മണിക്ക് മുൻപായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടാവണം. 6 മണി കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടത്തില്ല. ബന്ദിപ്പൂർ ഫോറസ്റ്റിലാണ് ഇന്നത്തെ നമ്മളുടെ സ്റ്റേ. ചെക്കിംഗ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ബഗ്ഗിയിൽ നമ്മൾ കോട്ടേജിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മളെ ബഗ്ഗിയിൽ കൊണ്ടാക്കുന്നത് പോലെ തന്നെ രാത്രി ഡിന്നറിൻ്റെ സമയത്തും അവർ വന്ന് വിളിച്ചുകൊണ്ട് പോയി കഴിച്ച് തിരിച്ച് റൂമിൽ കൊണ്ടാക്കും. 6 മണിക്ക് ശേഷം നമുക്ക് റൂമിന് വെളിക്കിറങ്ങി നടക്കാനുള്ള അനുവാദമില്ല. നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ നേരെ മുൻവശത്തുള്ള കാഴ്ചകളാണ് ഇത്. രാത്രി ഇവിടെ ഹണ്ടിങ് ഒക്കെ നടക്കാറുണ്ട്. പുലി വന്ന് മാനിനെ പിടിക്കാറുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കാര്യം തന്നെ അറിയാമല്ലോ. നേരെ ഏതാണ്ട് ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ കോട്ടേജിൽ കയറാൻ പോവാണ്. നാളെ അപ്പം നേരെ മസിനഗുഡി വഴി ഊട്ടി. രാവിലെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണേ. അപ്പം കണ്ട മാൻകൂട്ടമാണ്. അതിൻ്റെ കൊമ്പിൻ്റെ ഭംഗി കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. ഇത് ഈ കാഴ്ച കണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ബന്ദിപ്പൂർ ഏരിയയിൽ മനുഷ്യന്മാരെയൊക്കെ കൂടുതലും മാനുകളാണെന്ന്. അങ്ങനെ ബന്ദിപ്പൂർ കോട്ടേജിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഊട്ടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്രയിൽ അത്യാവശ്യം നല്ല ആനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 3 ഫോറസ്റ്റിൻ്റെ ഒരു സംയോജനമാണ് ഈ ഒരു 3 സ്റ്റേറ്റിലായിട്ട് വരുന്നത്. ബന്ദിപ്പൂർ, മുതുമല, അതുപോലെ മുത്തങ്ങ ഫോറസ്റ്റ്. ഈ 3 ഫോറസ്റ്റും ആക്ച്വലി ഒരൊറ്റ വനമേഖലയിൽ പെട്ടത് തന്നെയാണ്. 3 സ്റ്റേറ്റിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഫോറസ്റ്റ് റൂട്ടിലൂടെ നമ്മൾ എത്ര തവണ യാത്ര ചെയ്താലും നമുക്ക് മടുക്കത്തില്ല. മാക്സിമം ബൈക്കിൽ തന്നെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ബൈക്കിലെ യാത്രകൾ ഒരിക്കലും കാറിൽ പോയാൽ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ബൈക്കിൽ ഒരുപാട് ദൂരമൊക്കെ റൈഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും റൈഡിങ് ഗിയർ ഒക്കെ ധരിച്ച് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഹെൽമെറ്റിനോ റൈഡിങ് ഗിയർസിനോ ഒക്കെ നമ്മൾ കാശ് നഷ്ടം വിചാരിക്കല്ല ഒരിക്കലും. അത് നമ്മളുടെ സേഫ്റ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ രാത്രിയിലെ യാത്രകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക.
അതേപോലെ നമ്മൾ റൈഡ് പോകുമ്പോഴത്തേക്കിന് റോഡ് നിയമങ്ങളെല്ലാം കഴിവതും മാക്സിമം പാലിച്ച് തന്നെ പോകുക. അതേ ഒരു മാൻ ക്രോസ് ചെയ്ത് പോകുന്ന കണ്ടില്ലേ, ഇവിടെയൊക്കെ സ്പീഡിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം പാലിച്ച് തന്നെ ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കുക. ഡ്രൈവിങ്ങിലെ നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ പോലും ഈ കാണുന്ന മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെയോ ജീവനെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് മായാർ ഏരിയ ആണ്. മസനഗുഡിയിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയുള്ള സ്ഥലമാണ്. ഏതെങ്കിലും പ്രെഡേറ്റർ ആയിട്ടുള്ള ആനിമലിനെ കാണാൻ പറ്റുമോ നോക്കി വന്നതാണ്, പക്ഷെ ഒന്നിനും കണ്ടില്ല. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള വല്ലാത്ത എക്സ്പീരിയൻസിലെ ആ ഒരു പാലം, അത് ഈ പാലമാണ്. അവിടെ നിന്ന് കുറെ കൂടെ മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കല്ലട്ടി ചുരത്തിന്റെ താഴത്തെത്തും. ഈ ചുരം നേരെ കയറി ചെല്ലുന്നത് ഊട്ടിയിലേക്കാണ്. ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടം നിറഞ്ഞ ചുരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കല്ലട്ടി ചുരമാണ്. കൊള്ളി ഹിൽസിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ 70 ഹെയർ പിൻ ബെൻഡും ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചു കയറ്റാൻ സാധിക്കും. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ചുരത്തിന്റെ അപകട സാധ്യത മുൻനിർത്തി അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രവേശനം തമിഴ്നാട്ടിലെ അവിടുത്തെ ലോക്കൽ ഏരിയ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും അവിടുന്ന് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല. എന്നാലും യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഭയങ്കര റെയർ കേസായിരിക്കും അത്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിലുള്ള ചെറിയൊരു ഫോറസ്റ്റാണിത്. മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. റൂമിൽ വന്ന് കുറേ നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ദൊഡ്ഡബെട്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഊട്ടിയിലെ ഒരു പീക്ക് പോയിന്റ് ആണ് ഈ ദൊഡ്ഡബെട്ട എന്ന് പറയുന്നത്. ഇവിടെ ബൈക്കിന് ചെറിയൊരു എൻട്രി ഫീ ഉണ്ടായിരുന്നു. 20-30 രൂപ എന്തോ ഉള്ളായിരുന്നു. കാറിന് എത്രയാണെന്ന് അറിയില്ല. പോകുന്ന വഴിക്ക് നല്ല മഞ്ഞാണ്. നമ്മുടെ ബൈക്കിന് വെട്ടം കുറച്ച് കുറവായിരുന്നു. ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും വഴി കാണാനായിട്ട് നല്ല പാടായിരുന്നു. അങ്ങനെ നമ്മൾ ദൊഡ്ഡബെട്ടയിലെത്തി. ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഈ ഷോപ്പിംഗ് ഏരിയ ഒക്കെ കഴിഞ്ഞ് ഒരു ശകലം കൂടെ മുൻപോട്ട് നടക്കാനായിട്ടുണ്ട്. അവിടെ എൻട്രി ടിക്കറ്റ് എടുക്കാനുണ്ട്. ടിക്കറ്റും എടുത്ത് വ്യൂ പോയിന്റിലോട്ട് പോവാം. ഈവനിങ് ടൈം വരെ നമ്മൾ ദൊഡ്ഡബെട്ടയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഇറങ്ങി നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തു. അതും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു. നാളെ ഇനി പൊള്ളാച്ചി വഴി നേരെ വാൽപ്പാറ. രാവിലെ തന്നെ നമ്മൾ ഊട്ടിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. സാധാരണഗതിയിൽ കൂണൂര് മേട്ടുപ്പാളയം വഴിയാണ് പോവാറ്. മുൻപ് പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു. കൊത്തഗിരി മേട്ടുപ്പാളയം വഴി പോകാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കൂണൂർ വഴി പോകുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ ഈ റൂട്ട് ഇഷ്ടപ്പെട്ടു. റൈഡ് ചെയ്ത് കുറച്ച് ദൂരം മുൻപോട്ടെത്തി നമ്മളൊരു ചായ കുടിക്കാനായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി. ആ ചായക്കടയിൽ നിന്നുള്ള വ്യൂ സൂപ്പറായിരുന്നു. ചായ കുടിക്ക് ശേഷം നമ്മളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഇനി കൊത്തഗിരി വഴി നേരെ മേട്ടുപ്പാളയം. മേട്ടുപ്പാളയത്തുനിന്ന് നമുക്ക് കോയമ്പത്തൂർ വഴിയോ അല്ലെങ്കിൽ അല്പം ചുറ്റി കോയമ്പത്തൂർ അവോയ്ഡ് ചെയ്തിട്ടോ നമുക്ക് പൊള്ളാച്ചിയിൽ എത്താനായിട്ട് സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ
കോയമ്പത്തൂർ ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊള്ളാച്ചി വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഇതേപോലെ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കുന്നത് കാണാൻ സാധിക്കും. നല്ല വെയിലത്തൊക്കെ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഈ മരത്തിൻ്റെ തണൽ നമുക്ക് അതിൽ നിന്നൊക്കെ വളരെ ഒരു ആശ്വാസം തരുന്നുണ്ട്. ആനമല ടൈഗർ റിസർവിൻ്റെ പൊള്ളാച്ചിയിലെ ചെക്ക് പോസ്റ്റാണിത്. ഇവിടം കഴിഞ്ഞ് മുൻപോട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അവിടം കഴിഞ്ഞ് കുറേ കൂടെ മുൻപോട്ട് വരുമ്പോൾ വാൽപ്പാറയിലേക്കുള്ള ചുരം സ്റ്റാർട്ടാവും. ഈ പോകുന്ന റൂട്ടിലെ ഹെയർ പിൻ ബെൻഡുകൾക്കെല്ലാം ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 13ാമത്തെ ഹെയർ പിൻ ബെൻഡിൽ നിന്ന് നമുക്ക് ആലിയാർ ഡാമിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കും. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ 1-2 ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് പോകുന്ന റൂട്ടിൽ. ഏകദേശം വാൽപ്പാറയോട് അടുത്ത് എത്തിയപ്പോൾ തന്നെ ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസം രാവും പകലും പോലായി. നമ്മൾ വന്നത് സെപ്റ്റംബർ മാസമാണ്. ഈ സമയത്ത് എന്തായാലും കാലാവസ്ഥയുടെ ഒരു മഴജലക്കളി തന്നെ ആയിരുന്നു വാൽപ്പാറയിൽ. ഇന്ന് നമ്മൾ റൈഡ് ചെയ്തിപ്പം ഈവനിങ് വാൽപ്പാറയിൽ സ്റ്റേ ചെയ്യുവാണ്. നാളെ ഇനി മറയൂർ വഴി നേരെ പൂപ്പാറയിലേക്ക്. വാൽപ്പാറയിൽ നിന്ന് നമ്മൾ റൈഡ് രാവിലെ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലാവസ്ഥയുടെ ഒരു മായാജാലക്കളി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് മാത്രമൊന്നുമല്ല രാവിലെയും കാണാനായിട്ട് സാധിക്കും. എല്ലാ സമയത്തും ഇതേപോലെ തന്നെയാണോ കാലാവസ്ഥ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ വന്നത് സെപ്റ്റംബർ മാസമായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെയായിരുന്നു. എന്തായാലും കാലാവസ്ഥയൊക്കെ അടിപൊളിയായിരുന്നു. മഞ്ഞും തെളിഞ്ഞൊരവസ്ഥയും ഇതിങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ വരും, മഞ്ഞ് വന്നിട്ട് അത് പൊഴിയും. അന്നേരം കുറച്ച് നനയേണ്ടതൊക്കെ ആയിട്ട് വരും. ഇതെല്ലാം ഈ യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇന്നലെ കയറി വന്ന ആ ഒരു ചുരം വഴി തന്നെയാണ്. ഈ ചുരം ഇറങ്ങി കുറച്ചുകൂടെ മുൻപോട്ട് ഒരു 10 കിലോമീറ്ററോടെ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് വേണം മറയൂർ റൂട്ടിലോട്ട് പോകാനായിട്ട്. പൊള്ളാച്ചി ഏരിയകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. ഇവിടെ തെങ്ങ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് നാണക്കേടാണ്. കേരളത്തിന് ഇപ്പം പേരിൽ മാത്രമേ ഉള്ളൂ കേരം. ഇവിടുന്ന് പൊതിച്ച് ലോറികളിലൊക്കെ കയറി വരുന്ന തേങ്ങയാണ് മിക്ക കേരളീയനും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ നമുക്ക് ആനമല ടൈഗർ റിസർവിൻ്റെ തന്നെ മറയൂർ റൂട്ടിലെ ചെക്ക് പോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇവിടം പാസ് ചെയ്ത് ഇവിടെ വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, അതും കൊടുത്ത് വേണം നമ്മൾ മുൻപോട്ട് പോകാനായിട്ട്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മൂന്നാറിലെത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗൺ ആകുന്നതേ ഉള്ളൂ. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് മൂന്നാർ ടൗണിൽ നിന്ന് ഒരു ലഞ്ചും കഴിച്ച് നമ്മൾ പൂപ്പാറ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഈ 6-7 ദിവസം യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടുകളിൽ ഒന്നായിരുന്നു ഈ പൂപ്പാറ റൂട്ട്. മൂന്നാറിൻ്റെ യഥാർത്ഥ ഭംഗി ശരിക്കും മൂന്നാറിന് പുറത്തു നിന്നേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഈ പൂപ്പാറ റോഡ് വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാറിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗ്യാപ്പ് റോഡിൽ പല സ്ഥലങ്ങളിലും നമ്മൾ മേഘത്തിനകത്തൂടെ പറന്നു പോകണമെന്ന് നമുക്ക് തോന്നും. അത്ര സൂപ്പറാണ് ഇവിടുത്തെ യാത്ര. വഴിയും അടിപൊളിയാണ്, ഇവിടുത്തെ കാഴ്ചകളും അടിപൊളിയാണ്.
ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മൾ പൂപ്പാറയിലെത്തി. ഇന്ന് പൂപ്പാറയിൽ സ്റ്റേ ആണ്. നാളെ തേനി, കമ്പം, കുമളി വഴി നമ്മൾ നേരെ വീട്ടിലേക്കാണ് നമ്മളുടെ യാത്രയുടെ അവസാനത്തെ ദിവസം. ആ കാണുന്നത് ആനയിറക്കൽ ഡാമിൻ്റെ കാഴ്ചകളാണേ. ദ വിൻഡി മിസ്റ്റ് എന്ന റിസോർട്ടിലായിരുന്നു നമ്മളുടെ സ്റ്റേ. അവിടുത്തെ മോർണിംഗ് കാഴ്ചകളാണിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. തേനി വഴി നേരെ കമ്പത്തോട്ടാണ് പോയത്. കമ്പത്തുള്ള മുന്തിരിത്തോട്ടം, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പിന്നെ കുമളി, അവിടുന്ന് കുട്ടിക്കാനം, പിന്നെ നേരെ ചെങ്ങന്നൂരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.